പച്ചപ്പും മഞ്ഞുമലകളും കുഞ്ഞരുവികളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് സമ്പന്നമായ സുന്ദരനാട്. മഴ പെയ്യുമ്പോൾ പ്രകൃതിക്ക് പുതുജീവനാണെങ്കിലും ചിലപ്പോൾ അതിന്റെ ശക്തി ദുരന്തമായി മാറാറുണ്ട്. കുത്തിയൊഴുകുന്ന മഴവെള്ളം ഉരുൾപൊട്ടലായി മാറുമ്പോൾ അത് ജീവിതങ്ങളെ തകിടം മറിക്കുന്നു. വയനാടിന്റെ ഈ യാഥാർത്ഥ്യത്തെയും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കാനും ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു സംഗീതശില്പം. മണ്ണനഞ്ഞുണരുന്നൊരു വഴിയേ മഴ, ഇലകൾ തിന്നു നനഞ്ഞു ശയിക്കും പെരുമഴ. മണ്ണനഞ്ഞുണരുന്നൊരു വഴിയേ മഴ, ഇലകൾ തിന്നു നനഞ്ഞു ശയിക്കും പെരുമഴ. മഴ കുഞ്ഞരുവികളിൽ കൈവളക്കിലുക്കങ്ങൾ തീർത്തും മാനത്ത് മാരിവില്ലൊരുക്കിയും മനസ്സിനെ മോഹിപ്പിച്ച മഴ എപ്പോഴാണ് ഉഗ്രരൂപിണിയായത്? ഇരുളിന്റെ മറപറ്റി വന്ന കരിമേഘങ്ങളുടെ പടഹധ്വനിയിൽ നാട് നടുങ്ങി. മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതു നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. തങ്ങൾ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാണത്. അവർ മടങ്ങിയേക്കാമല്ലോ. സൂറത്തുർ റൂം 41-ാം. ആതിരാനേരത്തു ഞാനൊന്നുറങ്ങി, നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം. മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം, വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി. മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം, വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി. അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു ഞാൻ, വേർപെട്ടുപോയി ചെളിയിലമർന്നവർ. അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല, അച്ഛനെ തേടി ഞാനിങ്ങോട്ട് പോകണം. അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല, അച്ഛനെ തേടി ഞാനിങ്ങോട്ട് പോകണം. പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാം അക്ഷരമുറ്റത്തെ, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി. പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാം അക്ഷരമുറ്റത്തെ, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി. കൂടപ്പിറപ്പുകൾ കാണാമറയത്ത്, കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാരില്ല. ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം, ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം. കൂടപ്പിറപ്പുകൾ കാണാമറയത്ത്, കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാരില്ല. ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം, ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം. മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി, കാണുവാനിഷ്ടമില്ലാത്തൊരീ കാഴ്ചകൾ കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞു പോയി.
കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞുപോ. മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി, കാണുവാനിഷ്ടമില്ലാത്തൊരീ കാഴ്ചകൾ. കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞുപോയി, കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞുപോയി. ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടും പുതിയൊരു മുണ്ടക്കതീർക്കുമീ കേരളം. മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം വരിച്ചൊരീ കേരളം. ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടും പുതിയൊരു മുണ്ടക്കതീർക്കുമീ കേരളം. മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം വരിച്ചൊരീ കേരളം. നേരിട്ടു വിജയം വരിച്ചൊരീ കേരളം. പ്രകൃതിക്ഷോഭത്തിൽ ഒരു ദേശത്തിന് നഷ്ടമായത് അതിന്റെ ജീവൽ സ്പന്ദനങ്ങളാണ്, ഒരു ജനതയുടെ സ്വപ്നങ്ങളാണ്. അവരുടെ കണ്ണീരൊപ്പാനും അവരെ കൈപ്പിടിച്ചുയർത്താനുമായി കേരളം ഒന്നാകെ ഒരുമിച്ച കാഴ്ച നാം കണ്ടു. പാരസ്പര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉണർത്തുപാട്ടുമായി ഏവരും വയനാടിനൊപ്പം ചേർന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ നടക്കുമ്പോൾ ഇനിയുള്ള കാലവും കൈവിടാതെ നാം കൂടെ തന്നെ ഉണ്ടാകുമെന്നും അവരറിയുന്നു. കുട്ടിനെ ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന. ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഫുള്ളും നനഞ്ഞ് മൂപ്പിനടുത്തുനിന്ന് നേരം വെളുത്ത 6 മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ലല്ലോ, എല്ലാരും പോയില്ലേ. ദൂരത്തുനിന്നൊക്കെ എല്ലാരും വന്നു. നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോളം വീശിയടിച്ച കാറ്റിനെ നമ്മൾ മലകേറ്റി. ഇക്കാലം മാറും, നമ്മുടെ കാലക്കേടുകൾ കഥയാകും. നാം ഒന്നായി കൂടിയിരിക്കും, നാളെത്തും വൈകാതെ. ഇക്കാലം മാറും, നമ്മുടെ കാലക്കേടുകൾ കഥയാകും. നാം ഒന്നായി കൂടിയിരിക്കും, നാളെത്തും വൈകാതെ. നന്ദി പറയാൻ ഇനിയുമുണ്ട്. അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5 ഇഞ്ച് സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കിയ പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കൊടുക്കകൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ച് സഹായിച്ച കുരുന്നുകൾക്ക്, കേരളത്തിന്റെ സ്വന്തം നാവികസേനയ്ക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ട് മടക്കി കുത്തി മണ്ണിലിറങ്ങിയ മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചുവിരിച്ചു നിന്ന ഭരണകൂടങ്ങൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSEBക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനതക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ചതിന്. മനുഷ്യരെ അവരുടെ അക്രമം നിമിത്തം അള്ളാഹു പിടിച്ചു ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ ഭൂമിയുടെ മേൽ ഒരു ജീവിയെയും അവൻ ബാക്കിയാക്കി വിട്ടേക്കുമായിരുന്നില്ല. എങ്കിലും നിർണയിക്കപ്പെട്ട ഒരവധി വരെ അവൻ അവരെ പിന്തിച്ചു വെക്കുകയാണ്. എന്നാൽ അവരുടെ അവധി വന്നാൽ ഒരു നാഴിക സമയം അവർ പിന്തിപ്പോകുകയാകട്ടെ മുന്തിപ്പോകുകയാകട്ടെ ചെയ്യുകയില്ല. സൂറത്തുൻ നഹൽ
61 വചനം.